മോഷണത്തിന്റെ പേര് പറഞ്ഞായിരുന്നു അട്ടപ്പാടി ചിണ്ടക്യൂരിലെ മധുവിനെ ആൾക്കൂട്ടം പരസ്യ വിചാരണ നടത്തി മർദ്ദിച്ചത്. വയനാട്ടിലെ പീഡകർ മിടുക്കരായ വിദ്യാസമ്പന്നരായിരുന്നുവെങ്കിൽ അട്ടപ്പാടിയിലെ കൊലയാളികൾ സാധാരണക്കാരായിരുന്നു എന്ന് മാത്രം. 2018 ഫെബ്രുവരി 22 കേരളം തലകുനിച്ച ആ ദിവസം. അട്ടപ്പാടിയിലെ ആണ്ടിയിളക്കര വനമേഖലയിലെ ഈ ഗുഹ പാറക്കെട്ട് പ്രദേശത്ത് വെച്ചാണ് മധുവിനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് വിചാരണ ചെയ്ത് ഇവിടുന്ന് പിടിച്ചു കെട്ടി മർദ്ദിച്ച് കൊണ്ടുപോയത്. മധുവിന്റെ കൈകൾ കൂട്ടിക്കെട്ടി സെൽഫി എടുത്തും കാട്ടിൽ നിന്നുള്ള 4 കിലോമീറ്ററോളം ദൂരം ചവിട്ടിയും അടിച്ചും ആൾക്കൂട്ടം മധുവിനെ കൊല്ലാക്കൊല ചെയ്തു. കൊലയാളികളുടെ കേന്ദ്രമായ മുക്കാലിയിലെത്തിയപ്പോൾ വിചാരണയ്ക്ക് വൻ ജനക്കൂട്ടമായി. വന്നവനും പോയവനുമെല്ലാം ക്രൂര മനസ്സോടെ മാനസികാസ്വാസ്ഥ്യമുള്ള ആ ആദിവാസി യുവാവിനെ കൈകാര്യം ചെയ്തു. കൊടും ക്രൂരതയ്ക്കിടയിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മധുവിന്റെ രൂപം മലയാളി മനസാക്ഷിയെ പിടിച്ചുകുലുക്കി. കൊലപാതകം നടന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയും ജനരോഷവുമൊക്കെ ഉണ്ടായെങ്കിലും കേസ് നടത്തിപ്പിൽ ആ താല്പര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും ഇല്ലാതെ 4 വർഷത്തോളം വിചാരണയും നടന്നില്ല. ഒടുവിൽ വിചാരണ നടന്നപ്പോഴാകട്ടെ സാക്ഷികൾ കൂട്ടത്തോടെ കൂർമാറി. എല്ലാം പോലീസിന്റെ കളി എന്നായിരുന്നു തിരുത്തിയവരുടെ മൊഴി. പിന്നീട് നിങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്? എന്തായിരുന്നു കാരണം? 2 പോലീസുകാർ വന്നു, എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് വന്നു, നേരെ പാലക്കാട് കൊണ്ടുപോയി വണ്ടിയിൽ ഇത് ഇങ്ങനെ പറയണം 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അടുത്ത്. എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടെന്നും അങ്ങനെ പറഞ്ഞാൽ 3 ചോദ്യങ്ങൾ മാത്രമേ എടുത്ത് അവിടെ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുകയും ചെയ്തു. എങ്കിലും പ്രോസിക്യൂട്ടറും പോലീസും ഒന്നിച്ചു നിന്നപ്പോൾ പ്രതികളെല്ലാം അഴിക്കുള്ളിലായി. പക്ഷേ ആ ശിക്ഷ മതിയോ അവർക്ക്? ഈ ഒരു പ്രവണത അപരിഷ്കൃതമായ ഒരു സമൂഹത്തെയാണ് എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. നിയമനിർമ്മാണത്തിലൂടെയാണ് ഇത് തിരുത്തപ്പെടേണ്ടത്. കേരളത്തിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്കൊപ്പമല്ല നമ്മുടെ സർക്കാരുകൾ പലപ്പോഴും നിലകൊള്ളുന്നത്. അത് മധുവിന്റെ കേസ് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാവും. എന്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ശിക്ഷ അവർക്ക് ലഭിച്ചിട്ടില്ല. കുറ്റകൃത്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാവുകയും കുറ്റവാളികൾ ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സമീപകാല ദുരന്തം. കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറ്റവാളികൾ അക്രമത്തിനു മുമ്പ് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചേനെ. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.